iOS 16.5 എന്ന പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്കെല്ലാവർക്കും അറിയാം, അടുത്ത മാസം iOS 17ന്റെ ബീറ്റ അപ്ഡേറ്റ് വരും. അതിനുശേഷം ഏകദേശം സെപ്റ്റംബർ ആവുമ്പോഴത്തേക്ക് iOS 17ന്റെ മേജർ അപ്ഡേറ്റും വരുന്നതാണ്. അപ്പോൾ ഒരു പുതിയ മേജർ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പേ ഒരു ചെറിയൊരു മൈനർ അപ്ഡേറ്റ് മാത്രമാണ് iOS 16.5 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ര എക്സൈറ്റിംഗ് ആയിട്ട് ഒന്നും തന്നെ കാണില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച വീഡിയോയ്ക്ക് ലൈക്കും കമന്റും തരാതിരിക്കരുത്. iOS 16.5 അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് സെറ്റിംഗ്സിൽ വാൾപേപ്പർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ആഡ് ന്യൂ വാൾപേപ്പറിൽ പുതിയൊരു വാൾപേപ്പർ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് നമുക്ക് പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്ന വാൾപേപ്പർ. ഇത് ആപ്പിളിന്റെ പ്രൈഡ് വാൾപേപ്പർ സീരീസിൽ വരുന്നൊരു വാൾപേപ്പറാണ്. ഇതിനോടൊപ്പം തന്നെ വളരെ മനോഹരമായ ഒരു ആനിമേഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് ആ ഒരു വാൾപേപ്പർ എന്ന് പറയുന്നത്. നമുക്ക് ആനിമേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു വാൾപേപ്പറിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഐക്കൺസ് ഒന്നും വളരെ വ്യക്തമായിട്ട് കാണാത്ത രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ തന്നെ ഇരിക്കുന്നത്. എന്തായാലും ഈ ഒരു വാൾപേപ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു വാൾപേപ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഡ്യുവൽ വാൾപേപ്പറിന്റെ ഷോർട്ട് കട്ടിലേക്ക് പോകാം. ഡ്യുവൽ വാൾപേപ്പർ ഷോർട്ട് കട്ട് എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ ഒരു ഇമേജ് പോലും ഡൗൺലോഡ് ചെയ്യാതെ 2 ഇമേജസ് വരുന്ന വാൾപേപ്പർ സെറ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണിത്. ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ iOS 16 സീരീസിൽ വന്ന ചില അപ്ഡേറ്റുകൾ കാരണം ഇത് വർക്ക് ആകാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോ പലരുടെയും റിക്വസ്റ്റ് മാനേജ് ഒരു Q&A സെഷൻ പോലാണ് ചെയ്തത്. അതിനകത്ത് ഈ ഒരു ഡ്യുവൽ വാൾപേപ്പർ എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം, നിങ്ങളുടെ ഐഫോൺ എപ്പോഴാണ് ചാർജ് ചെയ്യേണ്ടത്, ഫ്രീക്വന്റ് ആയിട്ട് ചാർജ് ചെയ്ത പ്രശ്നങ്ങളുണ്ടോ, വയർലെസ് ചാർജിങ് ഫോണിന് നല്ലതാണോ, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകിയിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇതേപോലെ Q&A സെക്ഷൻ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അതിനോടൊപ്പം തന്നെ ഇതിനു മുമ്പേ ചെയ്ത Q&A സെക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കാനും മറക്കരുത്. iOS 16.5 അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന മറ്റ് പ്രധാന മാറ്റങ്ങൾ ആപ്പിളിന്റെ ന്യൂസ് ആപ്ലിക്കേഷനിലാണ്. ആപ്പിൾ ന്യൂസ് ആപ്ലിക്കേഷനിൽ നമുക്ക് പുതിയതായിട്ടൊരു സ്പോർട്സ് സെക്ഷൻ കാണാൻ കഴിയും. നേരത്തെ ഇങ്ങനെ ഒരു സെക്ഷൻ ഇല്ലായിരുന്നു. ഈ ഒരു സ്പോർട്സ് സെക്ഷനിൽ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് സ്പോർട്സിന്റെ ഓപ്ഷൻസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഫോളോ ചെയ്യുന്ന എല്ലാ സ്പോർട്സിന്റെയും ന്യൂസ് ഒരിടത്ത് ലഭിക്കുന്നതാണ്. ഇതേ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം, നമുക്കിവിടെ ഫോളോയിങ് എന്ന് പറയുന്ന ഐക്കണിനകത്ത് പുതിയതായിട്ടൊരു സെർച്ച് ഓപ്ഷനും കൂടെ വരുന്നതായിട്ട് കാണാം. വളരെ മൈനർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു ന്യൂസ് ആപ്ലിക്കേഷനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു വ്യത്യാസം, നമ്മൾ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ റീഡ് ചെയ്യുന്ന സമയത്ത് താഴെയായിട്ട് ഒരു നേവിഗേഷൻ ബാർ ഇതിനു മുമ്പേ മാഞ്ഞു പോകുമായിരുന്നു. എന്നാൽ ഈ ഒരു അപ്ഡേറ്റ് മുതൽ നമുക്ക് സ്ഥിരമായിട്ട് അത് ഒരിടത്ത് തന്നെ നിൽക്കുന്ന രീതിയിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിലെ ആപ്പിൾ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന മിക്കവാർക്കും ഈ ഒരു കാര്യം ബാധകമായിരിക്കില്ല. ഈ ഒരു അപ്ഡേറ്റിലൂടെ ഐഫോണിൽ സ്ക്രീൻ റെക്കോർഡിംഗ് നമുക്ക് സിരി കമാൻഡ് ഉപയോഗിച്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്തായാലും ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കൃത്യമായിട്ട് വന്നിട്ടില്ല. നിങ്ങളുടെ അടുത്ത അപ്ഡേറ്റ് വന്നതിന് ശേഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. iOS 16.4 അപ്ഡേറ്റിൽ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ബീറ്റ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സെക്ഷൻ കൊടുക്കുകയും നമുക്ക് ഇതേ ബീറ്റ അപ്ഡേറ്റ്സ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും നമുക്ക് സെറ്റിംഗ്സ് പേജിൽ ഒരു ഓപ്ഷൻ വന്നിരുന്നു. എന്നാൽ ഇതേ രീതി തന്നെ ഇനി മുതൽ ആപ്പിൾ വാച്ചിൽ നമുക്ക് കാണാൻ കഴിയും. iOS 17ന്റെ ബീറ്റ അപ്ഡേറ്റ്സ് വരുന്നതിന് മുമ്പുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം, ഐഫോണിൽ NFC ഉപയോഗിച്ച് നമുക്ക് ടാപ്പ് ടു പേ ചില ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ കഴിയും. എന്നാൽ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പേയ്മെന്റ് സക്സസ്ഫുൾ ആയി എന്ന് കാണിക്കുന്ന ഒരു സൗണ്ട് നമുക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ ലഭിക്കുന്നതാണ്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള പേയ്മെന്റ് ചെയ്യുമ്പോഴെല്ലാം നമുക്കൊരു സൗണ്ട് ഈ ഒരു ഐഫോണിൽ നിന്ന് വരുന്നതാണ്. ഈ ഒരു കാര്യവും ഇന്ത്യയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മിക്കവാറും ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് അത്ര പ്രസക്തമായ ഒരു കാര്യമായിരിക്കില്ല. iOS 16.5 അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം, നമുക്ക് സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ വന്നതിന് ശേഷം വോയിസ് ഓവർ സെക്ഷനിൽ പോയി കമാൻഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയതിനു ശേഷം ഓൾ കമാൻഡ്സ് ഓപ്ഷനിൽ പോയി സ്ക്രോളിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പുതിയതായിട്ട് 2 ഓപ്ഷൻ നിങ്ങൾക്ക് വന്നതായിട്ട് കാണാൻ കഴിയും. ഇതിനകത്ത് സ്ക്രോൾ ടു ബോട്ടം, സ്ക്രോൾ ടു ടോപ്പ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നതല്ല. 4 ഓപ്ഷൻസ് മാത്രമാണ് നിങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ വോയിസ് ഓവർ ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപകാരപ്രദമാകും. ഇത് പ്രധാനമായിട്ട് കൈകൾ ഉപയോഗിച്ച് ഫോൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വോയിസ് ഓവർ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ ഉള്ളത്. ഈ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന മറ്റൊരു ചെറിയ മാറ്റം, നമുക്ക് സ്റ്റോക്സ് ആപ്ലിക്കേഷനകത്ത് ഈ ഒരു പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് നേരത്തെ പെർസെൻറ്റേജ് ചേഞ്ച് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വാസ്തവം പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു അപ്ഡേറ്റ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. എന്നിരുന്നാലും iOS 16.5 എന്ന് പറയുന്ന പുതിയൊരു അപ്ഡേറ്റ് വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതും അപ്ഡേറ്റ് വന്ന ഉടനെ തന്നെ വീഡിയോ ഇടുന്നതും. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു എഫേർട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഈ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ബഗ്സ് ഫിക്സസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സ്പോട്ട് ലൈറ്റിനകത്ത് ചിലവർക്ക് ഈ ഒരു കീബോർഡ് പ്രോപ്പറായിട്ട് വരാത്തത് അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നില്ല എന്നൊരു പ്രശ്നം മുൻപുണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേറ്റിലൂടെ അത് പരിഹരിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ആപ്പിൾ കാർപ്ലേയിൽ പോഡ്കാസ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്
അതായത് കാർപ്ലേയിൽ നിങ്ങൾ ഇതിനു മുൻപേ പ്ലേ ചെയ്ത പോഡ്കാസ്റ്റ് പ്രോപ്പറായിട്ട് പ്ലേ ആകുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. അതെന്തായാലും ഈ ഒരു അപ്ഡേറ്റിലൂടെ പരിഹരിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് മറ്റൊരു ബഗ്സ് ഫിക്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് സെറ്റിംഗ്സിൽ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. ഇതിൽ നമ്മൾ കൊണ്ടുവരുന്ന സെറ്റിംഗ്സ് ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ആകുന്ന ഒരു പ്രശ്നം ഇതിന് മുമ്പുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം ഇതിൽ പരിഹരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന സെറ്റിംഗ്സ് മറ്റ് ഡിവൈസുകളുമായിട്ട് സിങ്ക് ആകാതിരിക്കുന്ന ഒരു പ്രശ്നവും ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നവും ഈ ഒരു അപ്ഡേറ്റിലൂടെ പരിഹരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ iOS 16.5 അപ്ഡേറ്റ് വളരെ ചെറിയൊരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു അപ്ഡേറ്റിന്റെ വലിപ്പം കണ്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തുമാത്രം കാര്യങ്ങൾ അട്രാക്റ്റീവായിട്ടും ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് തരാതിരിക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു എഫേർട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.